ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇറാനിലെ വിവാദ ഹിജാബ് നിയമം താൽക്കാലികമായി പിൻവലിച്ചു. വിവാദ നിയമത്തിനെതിരെ രാജ്യത്തിനകത്തും പുറത്തും പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിലാണ് ഇറാൻ ഭരണകൂടം ശക്തമായ രൂപത്തിൽ ഒരു നിയമ സംവിധാനത്തിലേക്ക് പോകാനും അങ്ങനെ താൽക്കാലികമായി ഹിജാബ് നിയമം മരവിപ്പിക്കാനും തയ്യാറായത്. ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിന്റേതാണ് തീരുമാനം. നിലവിലെ നിയമത്തിൽ ചില ഭേദഗതികൾ വരുത്തി നടപ്പാക്കാനാണ് ഭരണകൂടത്തിന്റെ നീക്കം. ഹിജാബ് ആൻഡ് ചാരിറ്റി നിയമം നടപ്പാക്കുന്നത് നിർത്തലാക്കണമെന്ന് ചൂണ്ടിക്കാണിച്ച് സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിന്റെ സെക്രട്ടേറിയറ്റ് പാർലമെന്റിന് കത്ത് നൽകിയിരുന്നു. നിലവിലെ നിയമത്തിന്റെ അനിശ്ചിതത്വങ്ങൾ നീക്കാൻ സർക്കാർ മറ്റൊരു ഭേദഗതി കൊണ്ടുവരാൻ പദ്ധതിയിട്ടതായിരുന്നു പാർലമെന്റിന്റെ അധ്യക്ഷ ബോർഡ് അംഗം അലിറേസ സലിമി പറഞ്ഞു. ഹിജാബ് നിയമം പാലിക്കാത്ത സ്ത്രീകൾക്ക് 15 വർഷം വരെ തടവോ വധശിക്ഷയോ ലഭിക്കാവുന്ന നിയമമാണ് ഇറാൻ മുന്നോട്ട് വച്ചത്. മാന്യമല്ലാത്ത വസ്ത്രം ധരിക്കുന്നവർക്കും നഗ്നത പ്രോത്സാഹിപ്പിക്കുന്നവർക്കും ഹിജാബ് വിരോധികൾക്കും കടുത്ത ശിക്ഷ ഏർപ്പെടുത്തുന്നതായിരുന്നു നിയമം. പരിഷ്കരിച്ച നിയമത്തിലെ ആർട്ടിക്കിൾ 60 പ്രകാരം നിയമം ലംഘിക്കുന്നവർക്ക് പിഴയോ ചാട്ടവാറടിയോ ജയിൽ ശിക്ഷയോ ലഭിക്കുമെന്നാണ് പറയുന്നത്. കുറ്റം വീണ്ടും ആവർത്തിക്കുന്നവർക്ക് 15 വർഷം വരെ തടവോ വധശിക്ഷയോ ലഭിക്കുമെന്നും നിയമത്തിൽ പറയുന്നു. എന്നാൽ നിയമം നടപ്പാക്കിയതിന് പിന്നാലെ പ്രതിഷേധവുമായി സ്ത്രീകൾ രംഗത്ത് വന്നു. ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭങ്ങളെ ശക്തമായി അടിച്ചമർത്താൻ ഭരണകൂടം രംഗത്തെത്തിയെങ്കിലും പ്രതിഷേധം പൂർണ്ണമായും അടിച്ചമർത്താൻ കഴിഞ്ഞിരുന്നില്ല. അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പിന്തുണയും ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭകർക്ക് വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് നിയമത്തിൽ ചില മാറ്റങ്ങൾ വരുത്താൻ ഇറാൻ ഭരണകൂടം തയ്യാറാകുന്നത്. 22-കാരിയായ മഹ്സാമിനി നേരാവണ്ണം തലമറച്ചില്ല എന്ന കാരണത്താൽ ആ പെൺകുട്ടിയെ മൂക്കുമുറിച്ചും തലമുടി മുറിച്ചും വല്ലാത്ത ക്രൂരമായ പീഡനങ്ങൾ ഏൽപ്പിച്ചും കൊന്ന കാലമല്ല ഇത്. അന്നും ശക്തമായ രൂപത്തിൽ ഇറാൻ ജനത തന്നെ രംഗത്തിറങ്ങിയിരുന്നു. ശക്തമായ പ്രതിഷേധങ്ങളുമായി അവർ മുന്നോട്ട് പോയി. പക്ഷേ ആ പ്രതിഷേധങ്ങളെ അന്ന് അവർക്ക് അടിച്ചമർത്താൻ സാധിച്ചിരുന്നില്ല. അന്നും 1 വർഷത്തോളം നീണ്ട പ്രതിഷേധ പരിപാടികളിലേക്കാണ് അവർ പോയത്. കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങളായിരുന്നു ഇറാൻ ജനത അവിടെ അനുഭവിച്ചത്. ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭത്തിന് മുന്നിട്ടിറങ്ങിയ യുവതി യുവാക്കളെ നിഷ്കരുണം ഇറാൻ ഭരണകൂടം കൊന്നുതള്ളി. അതോടുകൂടി രാജ്യത്തിനകത്തും പുറത്തും ശക്തമായ രൂപത്തിൽ പ്രതിഷേധമുയർന്നു. അങ്ങനെയാണ് ഇറാന്റെ പരമോന്നത നേതാവായ ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ അപകടത്തിൽ മരണപ്പെട്ടപ്പോൾ ലഡ്ഡു വിതരണം ചെയ്തു പബ്ലിക്കിലിറങ്ങി നൃത്തം കളിച്ചിട്ടുമായിരുന്നു ഇറാൻ ജനത സ്വന്തം രാജ്യത്തിന്റെ ഭരണാധികാരിയുടെ കൊല ആഘോഷിച്ചത്. അതോടുകൂടി തന്നെ ആർക്കു വേണ്ടിയാണോ തങ്ങൾ ഭരിക്കുന്നത് അവർ തന്നെ തങ്ങൾക്കെതിരാകുന്ന ലോക രാജ്യങ്ങൾക്ക് മുമ്പിൽ നാണം കെട്ടെഴുന്നേറ്റ് നിന്ന് ഇറാനാണ് പുതിയ ഒരു ഹിജാബ് നിയമവുമായി വരുന്നത്. ഹിജാബ് ധരിച്ചിട്ടില്ലെങ്കിൽ, ഹിജാബ് ധരിക്കാൻ പ്രോത്സാഹിപ്പിച്ചിട്ടില്ലെങ്കിൽ, അതല്ല മുഖം മറയ്ക്കാതെ ഇറങ്ങി നടക്കുകയാണെങ്കിൽ, വീണ്ടും അത് ആവർത്തിക്കുകയാണെങ്കിൽ 15 വർഷം വരെ ജയിലിൽ അടയ്ക്കുന്നു. അല്ല സുഹൃത്തുക്കളെ, ഇത് സൃഷ്ടാവും സൃഷ്ടികളും തമ്മിലുള്ള നിയമമല്ലേ? ഒരാള് എന്ത് ധരിക്കണം എന്ത് ധരിക്കണ്ട എന്നത് അവരുടെ ചോയ്സാണ്. അപ്പോൾ നിങ്ങൾ ഇസ്ലാം ചോയ്സാണ് എന്ന് പറയുമ്പോൾ തട്ടം ചോയ്സാണ് എന്ന് പറയുന്ന ആളുകൾക്ക് കൂടി മറുപടി ഒന്ന് കൊടുത്തേക്കണേ. ഇറാൻ ഈ രൂപത്തിലൊരു നിയമവുമായി മുന്നോട്ട് വരാൻ വേറെയും കാരണങ്ങളുണ്ട്. കാരണം ഇനിയും ഹിജാബിന് ശക്തമായ രൂപത്തിലുള്ള വിലക്കുകളും വധശിക്ഷ വരെയും ഏർപ്പെടുത്തിയാൽ കൂടുതൽ ഭവിഷ്യത്തിലേക്ക് തങ്ങൾ പോകേണ്ടി വരുമെന്ന് മനസ്സിലാക്കി തൽക്കാലം ജനതയുടെ നിയമത്തിന് പിന്നാലെ വിട്ടു. ഇവർക്ക് വഴങ്ങിക്കൊടുക്കേണ്ടി വന്നു. ഇവരുടെ ശക്തമായിട്ടുള്ള നിയമങ്ങളൊക്കെ പിൻവലിക്കേണ്ടതായി വന്നു. അവർ നടപ്പിലാക്കാൻ ശ്രമിച്ചിരുന്ന നിയമം അങ്ങനെയാണ് മരവിപ്പിക്കപ്പെട്ടത്. ഇറാനില് സ്ത്രീകളും പെൺകുട്ടികളും മുസ്ലിം മതമൗലികവാദത്തിന്റെയും ശരീഅത്ത് നിയമത്തിന്റെയും മതഭ്രാന്തിന്റെയും ഇരകളായി മാറുന്നുണ്ട്. ഹിജാബും സദാചാര പോലീസിംഗും കാരണം ഇറാനിലെ സ്ത്രീകളിലും കോളേജുകളിലും, സ്കൂളുകളില്, കോളേജുകളില്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്, പൊതുനിരത്തുകളിലൊക്കെ പെൺകുട്ടികൾ, സ്ത്രീകൾ മാനസിക പീഡനം നേരിടുന്നുണ്ടത്രേ. ഈ സമ്മർദ്ദം താങ്ങാനാവാതെ വിദ്യാർത്ഥികൾ സ്വയം ജീവൻ ഒടുക്കുന്നതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഇറാനിൽ അടുത്തിടെയായി ഈ രൂപത്തിൽ ജീവൻ ഒടുക്കിയ കണക്കുകൾ വർദ്ധിച്ചതായും ഇറാനിയൻ ടീച്ചേഴ്സ് അസോസിയേഷൻ രേഖപ്പെടുത്തുന്നു. തെറ്റായ നിയമങ്ങളും വ്യവസ്ഥാപിതമായ സമ്മർദ്ദങ്ങളും ഇസ്ലാമിക ആശയങ്ങൾ, ഇസ്ലാമിക നിയമങ്ങൾ, 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്ര നിയമങ്ങളൊക്കെ ആധുനിക ജനതയ്ക്കുമേൽ നിർബന്ധിതമായി അടിച്ചേൽപ്പിക്കുന്നതും കെട്ടിവെക്കുന്നതും
അവരെ ആ രൂപത്തിൽ അടിമപ്പെടുത്താൻ ശ്രമിക്കുന്നതുമൊക്കെ മാനസികമായ സമ്മർദ്ദങ്ങളാണത്രേ പെൺകുട്ടികളുടെ സ്വയം ജീവനെടുക്കാനുള്ള കാരണമെന്നാണ് അധ്യാപക സംഘടന ആരോപിക്കുന്നത്. ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയും ഇതിന് കാരണമായിട്ടുണ്ട്. അടുത്തിടെ സോനന്ദ് സമൻപൂർ തെക്ക് പടിഞ്ഞാറൻ ഇറാനിലെ സുലൈമാൻ മസ്ജിദിനുള്ളിൽ 16 ജീവൻ ഒടുക്കിയിരുന്നു. അതിനു മുമ്പ് നവംബർ 1 ഫാർസ് പ്രവിശ്യയിലെ കജറുനിൽ ഐനാസ് കരീമി എന്ന പെൺകുട്ടിയും ജീവൻ ഒടുക്കി. നെയിൽ പോളിഷും മുടിക്ക് ചായവും തേച്ചാണ് താൻ സ്കൂളിൽ പോയിരുന്നതെന്നും അത് കാരണം സ്കൂൾ പ്രിൻസിപ്പൽ തന്നെ വളരെയധികം ഉപദ്രവിച്ചെന്നും ഐനാസ് കരീമി പറഞ്ഞു. ഈ കാരണത്താൽ സ്കൂളിൽ നിന്ന് തന്നെ പുറത്താക്കി. ഈ അപമാനം സഹിക്കാൻ വയ്യാതെയാണ് കരീമി ജീവനൊടുക്കിയത്. നേരത്തെ ടെഹ്റാനിലെ 16 അഫ്ഗാൻ ഇറാൻ പെൺകുട്ടി ഇതേപോലെ തന്നെ ജീവനൊടുക്കിയിരുന്നു. ജീൻസ് ധരിച്ചതിന്റെ പേരിലായിരുന്നു ആ കുട്ടി പീഡിപ്പിക്കപ്പെട്ടതെന്നും ഇറാനിയൻ ടീച്ചേഴ്സ് അസോസിയേഷൻ രേഖപ്പെടുത്തുന്നു. 2-3 ദിവസം മുമ്പ് ഒരു വാർത്ത വൈറലായിരുന്നു. അതായത് ഒരു യൂണിവേഴ്സിറ്റിക്കകത്ത് ഒരു പെൺകുട്ടി അർദ്ധനഗ്നയായി ഹിജാബിനെതിരെ ശക്തമായ രൂപത്തിൽ പ്രതിഷേധവുമായി ഇറാൻ സർക്കാരിനെതിരെ രംഗത്ത് വന്നിരുന്നു. ഹിജാബിനെതിരെ മേൽവസ്ത്രം അഴിച്ച് പ്രതിഷേധിച്ച വിദ്യാർത്ഥിനിയെ പിന്നീട് കാണാനില്ല എന്നും പറഞ്ഞ് വാർത്ത വന്നു. ഇപ്പോൾ ആ കുട്ടിക്കെതിരെ കുറ്റം ചുമത്തില്ല എന്നാണ് ഇറാൻ പറയുന്നത്. ടെഹ്റാനിലെ ഇസ്ലാമിക് ആസാദി യൂണിവേഴ്സിറ്റി അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥിനിയെ മോചിപ്പിച്ചു എന്നാണ് ഭരണകൂടം പറയുന്നത്. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു വിദ്യാർത്ഥിനി. ഇപ്പോൾ കുടുംബത്തോടൊപ്പമാണെന്ന് അധികൃതർ പറയുന്നുണ്ട്. നവംബർ 1 അഹൂദര്യോയ് എന്ന ഒരു പെൺകുട്ടി സർവകലാശാലയിലെ ക്യാമ്പസിൽ മേൽവസ്ത്രം അഴിച്ച് പ്രതിഷേധിച്ചത്. സംഭവത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൂടെ വൈറലായി. അതിനെ തുടർന്നാണ് ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ഇറാനിൽ കുറച്ചു കാലമായി സ്ത്രീകളുടെ അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും സംബന്ധിച്ച് നിരവധി പ്രക്ഷോഭങ്ങളാണ് അരങ്ങേറുന്നത്. അതിന് പിന്നാലെ ഹിജാബ് നിയമങ്ങൾ ലംഘിക്കുന്ന സ്ത്രീകളെ ചികിത്സിക്കാൻ ലക്ഷ്യമിട്ട് ക്ലിനിക്കുകൾ വരെ, കാരണം അവരെ മാനസിക രോഗികളായി ചിത്രീകരിച്ച് അങ്ങനെ അവരെ ഭ്രാന്തരാണ് എന്ന് വരുത്തി തീർത്ത് ക്ലിനിക്കുന്ന ചികിത്സകൾ വരെ ഇറാനിൽ തുടങ്ങി. ഇറാൻ സർക്കാരിന്റെ വനിതാ കുടുംബ വകുപ്പ് മേധാവി മെഹരി തലേബി ദരസ്താനിയെ ഉദ്ധരിച്ച് രാജ്യാന്തര മാധ്യമങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. ഹിജാബ് നീക്കം ചെയ്യുന്നവർക്കുള്ള ശാസ്ത്രീയവും മനഃശാസ്ത്രപരവുമായ ചികിത്സാ ക്ലിനിക്ക് നൽകുമെന്നാണ് തലേബി ദരസ്താനി പറയുന്നത്. ഹിജാബ് നീക്കം ചെയ്യുന്നവരെ ചികിത്സിക്കാനുള്ള ക്ലിനിക്ക് പ്രഖ്യാപനത്തിനെതിരെ ഇറാനിലെ സ്ത്രീ സർവകലാശാലയിലെ ഒരുപാട് സ്ത്രീ സംഘടനകൾ, മനുഷ്യാവകാശ സംഘടനകൾ വരെ രംഗത്തും വന്നിരുന്നു. ഇങ്ങനെ ഇസ്ലാമിക രാജ്യമായിട്ട് പോലും മനുഷ്യരായി ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി പൊരുതിക്കൊണ്ടിരിക്കുന്ന ഒരു ജനതയെയാണ് നമുക്ക് ഇറാനിൽ കാണാൻ കഴിയുന്നത്. അവർക്ക് മുന്നിൽ തോക്കുധാരികളായിട്ടുള്ള ഒരുപാട് ആർമിക്കാർ ചൂണ്ടുവിരലിൽ അവരെ നിർത്തുമ്പോഴും, തോക്കിന് മുമ്പിൽ അവരെ നിർത്തുമ്പോഴും നിർഭയം അവർ തുറന്നു പറയുന്നു, ഞങ്ങൾക്കൊന്നുകിൽ മനുഷ്യനായി ജീവിക്കണം, അതല്ലെങ്കിൽ മനുഷ്യനായി മരിക്കണം. ഇത് രണ്ടിനും ഞങ്ങൾ തയ്യാറാണ്. ഇനി ഒരു മഹ്സാ അമിനിയെ ഇറാനിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുമെന്ന് നോക്കണ്ട. ആ രൂപത്തിലാണ് മഹ്സാ അമിനിയുടെ ചോരയ്ക്ക് വേണ്ടി, നീതിക്ക് വേണ്ടി, മനുഷ്യനായി ജീവിക്കാനുള്ള മനുഷ്യാവകാശത്തിന് വേണ്ടി ഇറാൻ ജനത പൊരുതിക്കൊണ്ടിരിക്കുന്നത്. നന്ദി.